യേശു സിനഗോഗയിൽ പ്രവേശിച്ചു. നമുക്ക് ആ വചനം ശ്രമിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. യേശു സിനഗോഗയിൽ പ്രവേശിച്ചു. കൈ ശോഷിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. യേശു ദേവാലയത്തിലേക്ക് വരെ അവിടെ കൈ ശോഷിച്ച, കൈക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ അവിടെ ഉണ്ടെന്ന് യേശു കാണി. ഹല്ലേലൂയ. യേശുവിൽ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി അവൻ രോഗശാന്തി നൽകുമോ എന്ന് അറിയാൻ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. യേശുവിനെ കുറ്റപ്പെടുത്താൻ യഹൂദന്മാര് രോഗശാന്തി, അതായത് രോഗശാന്തി കൊടുക്കാൻ ഒരു ദിവസങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. ശാബത്ത് ദിവസം കൊടുക്കാൻ പാടില്ല. അത് യേശുവിന് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരുന്നു, ഇവൻ പള്ളിയിൽ വന്നിട്ട് ഈ കൈ ശോഷിച്ചവനെ ഇവൻ സുഖപ്പെടുത്തുമോ ഇല്ലയോ എന്ന് യേശുനാഥൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരിക. ഇവരുടെ ഈ കുറ്റം ആരോപിക്കുമ്പോൾ അവരുടെ ഹൃദയം കർത്താവിന് നന്നായിട്ട് അറിയാം. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു മനുഷ്യൻ്റെയും പുറമല്ല നോക്കുന്നത്, ഹൃദയമാണ് നോക്കുന്നത്. അവൻ എങ്ങനെയുള്ളവനാണ്, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് യേശു അവൻ്റെ ഹൃദയമാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ഹൃദയം, അവൻ നിൽക്കുന്നവരുടെ കഠിന ഹൃദയം കണ്ടിട്ട് യേശു എന്താണ് ചെയ്യണമെന്ന് നമുക്ക് അടുത്ത് നോക്കാം. അനന്തരം അവൻ അവരോട് ചോദിച്ചു, ശാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ്? ശാബത്തിൽ ജീവൻ നൽകുന്നതോ ജീവൻ നശിപ്പിക്കുന്നതോ? കർത്താവ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരം പറ, ഏതാണ് നല്ലത്? പക്ഷെ അവരൊന്നും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ അവൻ ദുഃഖിച്ചു. അവരൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അവരിങ്ങനെ പല്ലുകടിച്ചുകൊണ്ടിരിക്കുന്നത് ദേഷ്യത്തോടെ യേശുവിന് മുമ്പിൽ രോഗശാന്തി കൊടുക്കുമ്പോൾ. അപ്പോൾ അവരുടെ വേദന കണ്ടിട്ട് യേശു വേദനിക്കുകയാണ്, ദുഃഖിക്കുകയാണ്. ഒരു രോഗിയെ സുഖപ്പെടുത്താൻ അവർക്ക് താല്പര്യമില്ല. ഒരുവൻ നശിച്ചു പോയട്ടെ എന്നുള്ള ചിന്തയിൽ അവർ നിൽക്കുകയാണ്. കർത്താവ് അങ്ങനെയുള്ളവനല്ല. കർത്താവ് ശാപത്തിലായാലും എന്തായാലും അവൻ സുഖപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവൻ്റെ കോപത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവരുടെ വേദന കണ്ടിട്ട് യേശു ദുഃഖിച്ചു. വളരെയധികം വിഷമത്തോടെ ആ കൈ ശോഷിച്ചതിനോട് പറയാണ്, കൈ നീട്ടുക. അധികാരത്തോടെ പറയാണ്, കൈ നീട്ടുക. യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. തൽക്ഷണം അത് സുഖപ്പെട്ടു. കണ്ട, കർത്താവ് അവനെ സുഖപ്പെടുത്തിയാണ്. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കർത്താവ് എപ്പോഴും നോക്കുന്നത് പാവിയുടെ രോഗശാന്തി. ശാപത്തൊന്നും കർത്താവ് നോക്കില്ല. അവന് സുഖം കൊടുക്കണം, അവനെ സുഖപ്പെടുത്തണം. അവൻ എൻ്റെ മകനാണ്, എൻ്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കെട്ടിപ്പിടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിന്നെപ്പോലൊരു ദൈവം ഈ ഭൂമിയിൽ വേറെ ഇല്ലെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ മേലും കുടുംബത്തിൻ്റെ മേലും ജീവിത പങ്കാളിയുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പിതാവായ ദൈവമേ, ജോലി മേല സ്ഥലങ്ങളിൽ പഠിക്കുന്ന മക്കളുടെ മേലും, ജോലിയില്ലാതെ പഠിച്ചിട്ട് വീട്ടിൽ നിൽക്കുന്ന, വിവാഹം പോലും കഴിക്കാൻ പറ്റാതെ ദുഃഖിച്ചിരിക്കുന്നവരുടെ മക്കളുടെ മേലും കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഏകനാമത്തിൽ ആമേൻ. ആവേ മരിയ.